അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ 99 നാമങ്ങൾ, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ ഇസ്മിന്റെയും അദദുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഇസ്മിന്റെയും അദദുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. കാണിക്കുക മാത്രമല്ല, അത് ഓരോന്നും വായിച്ച് അതിന്റെ എണ്ണം പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് കൃത്യമായിട്ട് ഓരോ ഇസ്മിന്റെയും അദദുകൾ എഴുതിയെടുക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് തെറ്റാൻ സാധ്യതയില്ല. മുമ്പ് നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പലപ്പോഴും എറർ വരികയും അതേപോലെ തന്നെ മിസ്റ്റേക്കുകൾ, പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്കൊക്കെ കാരണമായിട്ട് പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഇസ്മിന്റെയും അദദുകൾ എഴുതിയെടുക്കാവുന്നതാണ്. അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടാൻ എണ്ണം കിട്ടാത്തത് കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തുടക്കം മുതലേ അവസാനം വരെ മനസ്സിലാക്കണം. റിയാളയെ കുറിച്ച് എങ്ങനെയാണ് റിയാള വീട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഈ വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് റിയാള വീട്ടാൻ സാധിക്കും. മുമ്പുള്ള വീഡിയോസുകളൊന്നും കാണേണ്ട ആവശ്യമില്ല. എങ്കിലും മുമ്പുള്ളതിൽ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞതുകൊണ്ട് അത് കണ്ടാൽ കൂടുതൽ ഉപകരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന്റെ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. അപ്പൊ ചൊവ്വാഴ്ചയാണ് കാണാൻ വേണ്ടി നേരിട്ട് വരാൻ പറ്റുക. ഈ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ആ സമയം കൃത്യമായി പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ടോക്കൺ ലഭിക്കുകയുള്ളൂ. ബുക്കിംഗ് ചെയ്യാത്ത ഒരാളെയും നമ്മളിവിടെ എടുക്കാത്ത കാരണം അത്രയും ആളുകൾ നിയന്ത്രണങ്ങൾക്ക് അതീതമായി വരുന്നത് കൊണ്ടാണ്. നമുക്ക് നോക്കാൻ സാധിക്കില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ബുക്കിംഗ് ചെയ്തു വന്ന ആളുകൾക്ക് അത് പ്രയാസമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുമെന്ന് അറിയിക്കണം. പിന്നീട് സംഭവിക്കുന്നത് ഞായറാഴ്ച 10 മണിക്ക് ശേഷം ഏകദേശം ഒരു 11-12 മണിയാകുമ്പോഴേക്ക് ഫുൾ ആകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു 3 മണിക്കും 4 മണിക്കൊക്കെ വിളിക്കുന്നവർക്ക് ടോക്കൺ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോ വളരെ നേരത്തെ തന്നെ വിളിക്കാം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ബിസി കാണിക്കും. കാരണം അത്രയും ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് ബിസി കാണിക്കുന്നത്. അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് കിട്ടുക എന്ന് അറിയിക്കണം. ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോ ഇവിടെ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പൊ അതിന് പ്രയാസമില്ലാത്തവരാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖൈറിലേക്ക് അടുപ്പിക്കട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ,
കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ അദദുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് നമ്മൾ അദദുകൾ കാണിക്കുകയാണ്. എല്ലാവരും വളരെ കൃത്യമായിട്ട് അത് നോട്ടിലേക്ക് എഴുതി വെക്കുക. നമ്മൾ വായിക്കുന്നുണ്ട്, അതോടുകൂടെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് അസ്മാഉൽ ഹുസ്നയിലെ അല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ഇസ്മിന്റെ അദദ് നമുക്കൊക്കെ അറിയാം. ഓരോ ഇസ്മിന്റെ അദദും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് 66 ആണ്. നിങ്ങൾ കാണുന്നുണ്ടാകും അല്ലാഹ് എന്നുള്ളതിന്റെ 66, റഹ്മാൻ അർ-റഹ്മാൻ എന്നുള്ളതിന്റെ 298, അർ-റഹീം 258, അൽ മലിക് 90, അസ്സലാം 131, അൽ മുഅ്മിൻ 136, അൽ മുഹൈമിൻ 145, അൽ അസീസ് 94, അൽ ജബ്ബാർ 206, അൽ മുതകബ്ബിർ 662, അൽ ഖാലിഖ് 731, അൽ ബാരി 213, അൽ മുസവ്വിർ 336, അൽ ഗഫാർ 1281, അൽ ഖഹാർ 306, അൽ വഹാബ് 14, അർ റസാഖ് 308, അൽ ഫത്താഹ് 489, അൽ അലീം 150, അൽ ഖാബിൽ 903, അൽ ബാസിത്ത് 72, അൽ ഖാഫിൽ 1481, അർ റാഫിഉ 351, അൽ മുഇസ് 117, അൽ മുദില്ല് 770, അസ് സമീഉ 180, അൽ ബസീർ 302. അൽ ഹക്കം, ഹക്കം എന്നുള്ളത് 68 ആണ്. അൽ ഹക്കം എന്നുള്ളത് 68, അൽ ആദിൽ 104, അൽ ലത്തീഫ് 129, അൽ ഖബീർ 812, അൽ ഹലീം 88, അൽ ഗഫൂർ 1286, അഷ്ശക്കൂർ 526, അൽ അലിയ് 110, അൽ കബീർ 232, അൽ ഹഫീദ് 998, അൽ മുഖീത്ത് 550, അൽ ഹസീബ് 80, അൽ ജലീൽ 73, അൽ കരീം 270, അർ റഖീബ് 312, അൽ മുജീബ് 55, അൽ വാസിഅ് 137, അൽ ഹക്കീം 77, അൽ വദൂദ് 20. വദൂദ് 20, അൽ മജീദ് 57, അൽ ബാഇസ് 573, അഷ്ഷഹീദ് 319, അൽ ഹഖ് 108, അൽ വക്കീൽ 66, അൽ ഖവിയ്യ് 116, അൽ മതീൻ 500, അൽ വലിയ്യ് 46, അൽ ഹമീദ് 62, അൽ മുഹ്സി 148, അൽ മുബ്ദിഅ് 56, അൽ മുഈദ് 124.
മുഈദ് 124 അൽ മുഹ്യി എന്നുള്ളത് 68, അൽ മുമീത്ത് 490, അൽ ഹയ്യ് 18, അൽ ഖയ്യൂം 156, അൽ വാഹിദ് 14, അൽ മാജിദ് 48, അൽ വാജിദ് 14, അൽ മാജിദ് 48, അൽ വാഹിദ് 19, അൽ അഹദ് 13. അവിടെ വാജിദ് എന്നുള്ളിടത്ത് വാഹിദ് എന്നാണ് ആദ്യം വായിച്ചത്. അൽ വാജിദ് 14, അൽ മാജിദ് 48, അൽ വാഹിദ് 19, അൽ അഹദ് 13, അസ്സമദ് 134, അൽ ഖാദിർ 305, അൽ മുഖ്തദിർ 744, അൽ മുഖദ്ദിം 184, അൽ മുഅഖിർ 841, അൽ മുഅഖിർ 841. അൽ മുഅഖിർ 841, അൽ അവ്വൽ 37, അൽ ആഖിർ 801. നിങ്ങളിത് എഴുതുന്നില്ലേ? ഞാൻ എഴുതേണ്ടവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടാ. നോക്കിക്കോ, നമ്മളിപ്പോ ഏതുവരെ പറഞ്ഞു? അൽ അവ്വൽ 37, അൽ ആഖിർ 801, അല്ലാഹിർ 1106, അൽ ബാത്തിൻ 62, അൽ വാലി 47, അൽ മുതആലി 551, അൽ ബർ 202, അത്തവ്വാബ് 450, അൽ മുന്തഖിം 630, അൽ അഫൂവ് 156, അർ റഊഫ് 292, മാലിക്കുൽ മുൽക്ക് 212, ദുൽ ജലാലി വൽ ഇക്റാം 1100, അൽ മുഖ്സിത്ത് 209, അൽ ജാമിഅ 114, അൽ അലി 1000, അൽ ഗനിയാണ് അൽ ഗനി 1060, അൽ മുഗ്നി 1100, അൽ മാനിഅ 161, അല്ലാർ 1001, അന്നാഫിഅ 201, അന്നൂർ 256, അൽ ഹാദി 20, അൽ ബദീഅ 86, അൽ ബാഖി 113, അൽ വാരിസ് 707, അർ റഷീദ് 514, അസ്സബൂർ 298. ഇപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഇതാണ് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ. ഇത് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രവാസി സുഹൃത്ത് അവരുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചതാണ്. കൂടുതൽ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്, സമയം കിട്ടിയിട്ടില്ല നോക്കാൻ. അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞു കൊടുത്ത അതേപോലെ കൃത്യമായിട്ട് എഴുതിയെടുത്തതാണെന്ന് പറഞ്ഞ് അറിയിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇതാണ് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ. ഇനി അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാള എന്താണ്, എന്തിനാണ് റിയാള പൂർത്തിയാക്കി വീട്ടുന്നത്, റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും വളരെ സവിശേഷതകളുണ്ട്. ആ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് വളരെ നേട്ടങ്ങളുണ്ട്. അസ്മാഉൽ ഹുസ്ന 99 തവണ പാരായണം ചെയ്ത് പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് വലിയ ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല്, അസ്മാഉൽ ഹുസ്ന 99 തവണ ഓതുന്നതിന് അസ്മാഉൽ ഹുസ്നയുടെ ഖത്മ് തീർക്കുക എന്ന് നമുക്ക് പറയാം. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ ഖത്തം എന്നൊന്നുമല്ല പറയാം. വിശുദ്ധ ഖുർആൻ ആണെങ്കിലും ഖത്മ് എന്നാ പറയാ. ഖത്മുൽ ഖുർആൻ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. പലപ്പോഴും പലരൊക്കെ ഫോൺ വിളിച്ചു ചോദിക്കുമ്പോൾ ഖുർആൻ ഖത്തം തീർത്തു എന്നൊക്കെ പറയലുണ്ട്. അത് മലയാളത്തിൽ നമ്മളങ്ങനെ പറഞ്ഞ് ആയിപ്പോയി.
ശരിയായ പ്രയോഗം ഖത്മ് എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്നത് പോലെ അസ്മാഉൽ ഹുസ്നയുടെ ഖത്മ് എന്ന് പറയുന്നത് അത് 99 തവണ അസ്മാഉൽ ഹുസ്ന പൂർണ്ണമായിട്ട് 99 തവണ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിയ്യത്തോടു കൂടി ഇരിക്കുക, നല്ല ശുദ്ധമായ സ്ഥലത്ത് ഇരിക്കുക, നല്ലൊരു ദിവസം തന്നെ അത് തുടങ്ങുക. അങ്ങനെയാണ് അസ്മാഉൽ ഹുസ്നയുടെ ഖത്മ് തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ദിവസം അത് തുടങ്ങുക. നല്ലൊരു ദിവസം തുടങ്ങിയിട്ട് വളരെ നല്ല നിയ്യത്തോടു കൂടെ, നല്ലൊരു നിയ്യത്ത് മനസ്സിൽ കരുതുക. ഏത് നിയ്യത്തും കരുതാം. മകന് ജോലി ലഭിക്കാനോ, രോഗം മാറാനോ, അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാവാനോ, അങ്ങനെയൊക്കെ നല്ല ഒരു നിയ്യത്തോടു കൂടെ പ്രത്യേകം വന്ന് സ്വലാത്തുൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം ആദ്യമായി 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ചൊല്ലിയതിനു ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില് 100 സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് ചൊല്ലിയതിന്റെ ശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലി തുടങ്ങുക. ഒരൊറ്റ ഇരുത്തത്തിൽ 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലി പൂർത്തിയാക്കാൻ കഴിയൽ പ്രയാസമായിരിക്കും. അങ്ങനെ കഴിയുന്നവർക്ക്, സമയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര സമയം കൊണ്ടാണോ ചൊല്ലി തീർക്കാൻ സാധിക്കുന്നത് അത്രയും സമയം കൊണ്ട് ചൊല്ലി തീർക്കുക. അപ്പൊ ഇതിന് ഒരു നല്ലൊരു റൂട്ട് ഇതിനുണ്ട്. ഇത് സമയം തിരഞ്ഞെടുക്കാൻ വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക. നോമ്പെടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം നേരത്തെ, വളരെ നേരത്തെ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ എണീച്ച് ശുദ്ധിയായി 2 റക്അത്ത് സുന്നത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ച് പ്രത്യേകമായിട്ട് ഈ പറയുന്ന പോലെ 100 ഇസ്തിഗ്ഫാർ ചൊല്ലി, അതേപോലെ തന്നെ 100 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ 300 സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ നല്ലതാണ്. ചില മഹാന്മാരൊക്കെ കിതാബുകളിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ 300 ചുരുങ്ങിയത് ചൊല്ലേണ്ടത്, എന്നാലാണ് ഇക്സാറു സ്വലാത്ത് എന്ന പരിഗണനയിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 300 ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ 300 ചൊല്ലാം. ചൊല്ലിയതിന്റെ ശേഷം അസ്മാഉൽ ഹുസ്ന ആ ഇരുത്തത്തിൽ തന്നെ ആ സുബ്ഹിന്റെ മുമ്പ് തന്നെ ചൊല്ലി, ഒരു അസ്മാഉൽ ഹുസ്നയോ 2 അസ്മാഉൽ ഹുസ്നയോ കഴിയുന്നത്ര അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അപ്പൊ എന്നിട്ട് ആ എണ്ണം അവിടെ എഴുതി വെക്കുക. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയണം. അങ്ങനെ എഴുതി വെച്ചതിന്റെ ശേഷം പിന്നീട് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലിയിട്ട് 99 തവണ പൂർത്തീകരിക്കാം. ഓരോ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതിന്റെ ശേഷവും ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാനിങ്ങനെ 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി നിയ്യത്താക്കി ചൊല്ലുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മോന്റെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മോന്റെ ബുദ്ധിക്കുറവ് മാറിയിട്ട് നല്ലൊരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി, എന്ത് നിയ്യത്ത് നമുക്ക് കരുതാം. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടി, ഇത് അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഫലം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അമലാണ് കേട്ടോ ഇത്. അതങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ 99ാമത്തെ അസ്മാഉൽ ഹുസ്ന പൂർത്തിയാകുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം ഇതുപോലൊരു സമയം സെലക്ട് ചെയ്യാം. വ്യാഴാഴ്ച നോമ്പെടുത്ത്, ആ ഒരു സുന്നത്ത് നോമ്പെടുത്ത്, പിന്നെ ആ രാവിലെ ആ പ്രത്യേകമായിട്ട് ആ സമയത്ത് എത്തിയിട്ട് ആ രാവിലെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് 99ാമത്തെ അസ്മാഉൽ ഹുസ്ന പൂർത്തീകരിച്ച് സുബ്ഹിയുടെ മുമ്പ് തന്നെ അത് ഖത്മ പൂർത്തീകരിച്ച് പൊട്ടിക്കരഞ്ഞ റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്യാം. നീ ആരും അറിയാത്ത സമയം, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന സമയമാണത്. പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന മരം കോച്ചുന്ന തണുപ്പിലും നീ ഖിബിലയിലേക്ക് ഒരു മുസല്ല വലിച്ചിട്ട് ആ തണുപ്പത്ത് 2 റക്അത്ത് വുളു എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് നിന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരിറ്റ് കണ്ണുനീർത്തുള്ളി ഒലിപ്പിക്കുമ്പോൾ റബ്ബ് അത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക. അത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾക്ക്, അസ്മാഉൽ ഹുസ്നയ്ക്ക് അത്രയും ഫലമുണ്ട്. ഞാൻ അസ്മാഉൽ ഹുസ്നയുടെ അദദ് പറഞ്ഞപ്പോൾ ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ രൂപത്തിലൊരു അമൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടല് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വിട്ടുന്നത്. ഒരാൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടി, മറ്റൊരാൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ഒരാൾ. അപ്പൊ ഈ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആള് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് സ്പീഡില് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതാണ് റിയാള പൂർത്തിയാക്കി വീട്ടുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ. അപ്പൊ റിയാള എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ റിയാളയുടെ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടി നേരിട്ട് വരാറുണ്ട്.
ചില ആളുകൾക്ക് നേരത്തെ അറിയാം അങ്ങനത്തെ റിയാദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അപ്പോ ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അത്രയും നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും റിയാദ പൂർത്തിയാക്കി വിട്ടാൽ. അപ്പൊ റിയാദ എങ്ങനെയാണ് പൂർത്തിയാക്കി വിട്ടത്? നമ്മുടെ പൂർവ്വസൂരികളൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അവർക്ക് കഠിനമായ കണ്ടീഷൻസുകൾ ഉണ്ടായിരുന്നു. അവരൊരുപാട് പദ്യങ്ങളിലൂടെയാണ് അവർ പൂർത്തിയാക്കി വിട്ടത്. അത് ചെയ്യുന്ന വർഷങ്ങൾ നീണ്ടെടുക്കുന്ന റിയാദകളുണ്ട് അവർ വീട്ടുന്നവരിലെ വർഷങ്ങൾ നീണ്ടെടുക്കുന്ന റിയാദകൾ. അതേപോലെ തന്നെ മാസങ്ങളോളം മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങളിൽ പോയി കഠിനമായ സബരിയിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ആ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ദുനിയവിയായ ഭൗതിക ലോകത്തെ ഒരു വിഷയത്തിലേക്കും ഒരു ശ്രദ്ധയും കൊടുക്കാതെ അല്ലാ എന്ന ചിന്തയിൽ മാത്രം മാസങ്ങളോളം വർഷങ്ങളോളം വല്ല കാടുകളിലോ മലമുകളിലോ ആരും കാണാത്ത സ്ഥലങ്ങളിലോ വല്ല ഗുഹകളിലോ ഒക്കെ പോയിട്ട് റിയാദകൾ പൂർത്തിയാക്കി വീട്ടിയ പൂർവികരുണ്ടായിരുന്നു. അതങ്ങനെ അവർ കഠിനമായി തപസ്സിരുന്ന് അള്ളാഹുവിന്റെ മുമ്പില് അങ്ങ് ഇരുന്ന് നേടിയെടുക്കുന്നതാണ്. അതൊന്നും സാധാരണക്കാരായ നമുക്ക് അങ്ങനെയുള്ള റിയാദകൾ നേടിയെടുക്കാൻ സാധിക്കില്ല. ഇന്ന് നമുക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ വളരെ ലഘുവായ രൂപത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു റിയാദയുടെ രൂപമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളും എടുക്കുക. ഇപ്പൊ നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിലൂടെ കണ്ടു. ആ ഓരോ ഇസ്മുകളും എടുത്ത് ആ ഇസ്മിന്റെ അദദ് എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മളിവിടെ പറഞ്ഞു. ആ അദദ് നോക്കിയിട്ട് ആ ഇസ്മ ചൊല്ലി തീർക്കുക. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ സമയത്ത് അല്ലാ എന്നുള്ളതിന്റെ അദദ് 66 ആയിരുന്നു. അപ്പൊ നമ്മള് എങ്ങനെ ചൊല്ലാം? അല്ലാ എന്നുള്ളത് 66 തവണ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. അവസാനത്തെ ഹാ കളയരുത്. യാ അല്ലാ യാ അല്ലാ. അപ്പൊ അതിന്റെ കഴിഞ്ഞു. ഇനി അടുത്ത റഹ്മാൻ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ പറഞ്ഞു 298 ആണ്. അപ്പൊ 298 തവണ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ. അത് 290. അപ്പൊ അങ്ങനെ 99 ഇസ്മുകളുടെയും അദദുകൾ എത്രയാണെന്ന് നോക്കിയിട്ട് അതങ്ങനെ ചൊല്ലിത്തീർക്കുക. അത് പൂർണ്ണമായും ചൊല്ലിത്തീർത്ത് കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ നമ്മൾ പൂർത്തിയാക്കി വീട്ടി. അൽഹംദുലില്ലാ. അങ്ങനെയാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വിട്ടേണ്ടത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോ ഈ എണ്ണം കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ ഒരു ടിക്ക് മാർക്ക് ഇടാനുള്ള സ്ഥലം മാറ്റി വെക്കുക. എന്നിട്ട് റിയാദ വീട്ടാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ റിയാദ വീട്ടാൻ വേണ്ടിയിരിക്കുമ്പോൾ ഓരോന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ടിക്ക് മാർക്ക് ഇടുക. മനസ്സിലായല്ലോ? പ്രത്യേകം അള്ളാ ചൊല്ലിക്കഴിഞ്ഞാൽ 66 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ഇടുക. റഹ്മാൻ എന്നുള്ളത് 298 തവണ ചൊല്ലി തീർത്താൽ ടിക്ക് മാർക്ക് എടുക്കുക. അടുത്തത് ചൊല്ലി തീർക്കുമ്പോൾ അങ്ങനെ ടിക്ക് മാർക്ക്. അങ്ങനെ മുഴുവനായിട്ട് ചൊല്ലി അത് കൃത്യതയോടുകൂടെ തെറ്റാതെ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വിട്ട് ഇനി നമ്മൾ അത് കൊണ്ടു നടക്കൽ എങ്ങനെയാണ്? അതിന്റെ ഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാലാകാലം ഈ അസ്മാഉൽ ഹുസ്നയുമായിട്ടൊരു ബന്ധമാണ്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഓരോ ദിവസവും എല്ലാ ഇസ്മുകളും ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ്. അതുമായി ശ്രദ്ധിക്കേണ്ട ബാധ്യത. ഓരോ ദിവസവും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്നുള്ളത്. അപ്പൊ ഓരോ ദിവസവും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലാനും പ്രയാസമില്ല. ഓരോ ദിവസവും ഒരു തവണ ഓരോ ഇസ്മുകളും ചൊല്ലണം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ മതി. അപ്പൊ എല്ലാ ദിവസവും 99 നാമങ്ങളും ഒരു തവണ ചൊല്ലാൻ പറ്റും. അപ്പൊ നമ്മുടെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട്. അപ്പൊ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലണം. നമ്മൾ 2 തവണ ചൊല്ലുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ പൂർത്തിയാക്കി വീട്ടി നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ അസ്മാഉൽ ഹുസ്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് വേഗത്തിൽ ഫലം ചെയ്യും. വളരെ പെട്ടെന്ന് ഫലം ചെയ്യും. പിന്നെ ഓരോ ഇസ്മുകൾക്കും പ്രത്യേകമായ രൂപമുണ്ട്. ആ രൂപങ്ങളിലും അത് നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞിട്ട് അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളുണ്ട്. ഇസ്മുൽ ആളം. അപ്പൊ ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥം എന്താ? വളരെ ശ്രേഷ്ഠതയുള്ള മഹോന്നതമായ നാമം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നില്ല. അപ്പൊ ഇസ്മുൽ ആളം ഏതാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതില് മഹാനരായ ആരിഫുകളുടെയൊക്കെ നേതാവായ മഹാനരായ ഗൗസുൽ ആളം
ഖുതുബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളൊക്കെ അല്ലാഹ് എന്നുള്ള നാമം തന്നെയാണ് ഇസ്മുൽ അഅ്ളം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അപ്പൊ അത് ഉച്ചരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചല്ലാത്ത ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ് മഹാനരായ നവവി ഇമാം. അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്ത മഹാനാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അവരെഴുതിയ കിതാബുകളുടെ പേജുകളും അവരുടെ ആയുസ്സും എടുത്തു നോക്കിയാൽ അത്ഭുതം കാണാൻ സാധിക്കും. ഞാൻ ആ ഭാഗം പിന്നീട് സംസാരിക്കാം. ആ മഹാനരായ നവവി ഇമാം അവര് ഇസ്മുൽ അഅ്ളം എന്നുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇസ്മുൽ അഅ്ലമിലെ ഹർഫുകളുള്ള ഇസ്മുകൾക്ക് വരെ ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇസ്മുൽ അഅ്ലമിലെ അക്ഷരങ്ങളുള്ള മറ്റു ഇസ്മുകൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ, ആ ഇസ്മുകൾക്ക് ഇസ്മുൽ അഅ്ലമിലെ അക്ഷരങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ അതിന് വലിയ ശ്രേഷ്ഠത നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഒരു അമലുണ്ട്, വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു അമല്. അത് ചിലപ്പോൾ സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അവനവന്റെ പേര് കണ്ടെത്തുക. ഒരാളുടെ പേര് ഫാത്തിമ എന്നാണ്, ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പോ ഫാത്തിമ എന്ന പേരുള്ള ആള്, മുഹമ്മദ് എന്ന പേരുള്ള ആള്. ഇപ്പൊ മുഹമ്മദ് എന്നുള്ള പേരുള്ള ആള് ആ ആളുടെ പേരിന്റെ അക്ഷരസംഖ്യ കണ്ടുപിടിക്കണം. അങ്ങനെ അക്ഷരസംഖ്യ കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ഓരോ അറബി അക്ഷരത്തിനും ഓരോ നമ്പർ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അബ്ജദ്, ഹവ്വസ്, ഹുത്തി, കലമൻ, സാഫസ്, ഖറശത്ത്, സഖീദ്, വളഅ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറിലാണ് ഇത് വരുന്നത്. അബ്ജദ് എന്ന് പറയുമ്പോൾ 4 വരെയായി, ഹവ്വസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്നതിന്റെ എണ്ണം ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ലെറ്റർ അനുസരിച്ച് പേര് കണ്ടെത്തുക. ഇപ്പൊ മുഹമ്മദ് എന്ന പേരിനോട് യോജിച്ചിട്ടുള്ള ഇസ്മ ഏതാണെന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലേക്ക് നോക്കി കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയിട്ട് ആ ആദത്ത് എടുത്ത് അതിനോട് യോജിച്ച ഇസ്മ എടുത്ത് അത് നമ്മുടെ പേരിന്റെ ആദത്ത് അനുസരിച്ച് ചൊല്ലി തീർക്കുന്ന ഒരു രൂപമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതോടുകൂടി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഇസ്മ ഉപയോഗിച്ച് നമ്മുടെ പേരിനോട് ചേർത്തിയിട്ട് അസ്മാഉൽ ഹുസ്നയിലെ ആ അമൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇപ്പൊ അതിന് സമയം നമുക്കില്ലാത്തത് കൊണ്ട്. അപ്പൊ ഈ ഒരു വിഷയം ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്നാകെ സംസാരിച്ചത് അസ്മാഉൽ ഹുസ്നയുടെ ആദത്തുകൾ, അതിന്റെ ഇസ്മുകൾ ഉൾപ്പെടെ ഡിസ്പ്ലേയിൽ കാണിച്ചു, അത് വീഡിയോയിൽ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു അമല് 99 തവണ ചൊല്ലി പൂർത്തിയാക്കേണ്ട ഒരു അമലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ റിയാള എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പ്രാക്ടിക്കലായി ചെയ്യേണ്ട രൂപവും വളരെ കൃത്യമായി വിശദീകരിച്ചു. ഇനി നിങ്ങൾ അസ്മാഉൽ ഹുസ്ന പൂർത്തിയാക്കി വീട്ടി. ഇനി ഇത് ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ചെയ്യാൻ പറ്റുമോ? അസ്മാഉൽ ഹുസ്നയാണ്, വിശുദ്ധ ഖുർആനല്ല. ചൊല്ലുന്നോണ്ട് തടസ്സമില്ല. എങ്കിലും നല്ലത് നല്ല സമയം തിരഞ്ഞെടുക്കലാണ്. നോമ്പുകാരായിട്ട് റിയാള വീട്ടിയാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും. അതിന് പ്രയാസമില്ല. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയൊരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുക്കലൂടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് ഒരൊറ്റ ദിവസം കൊണ്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ, ഒരൊറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടൊക്കെ ചൊല്ലി തീർത്തു എന്ന്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അപ്പൊ ഉദ്ദേശിച്ചാൽ ചൊല്ലി തീർക്കാൻ സാധിക്കും ഒറ്റ ദിവസം കൊണ്ട്. അതിലിപ്പോ ആദത്തുകൾ കിട്ടിയല്ലോ. ആകെ ചില ആദത്തുകൾ മാത്രമാണ് 1000-ന് മുകളിലുള്ളത്, ബാക്കിയൊക്കെ 1000-ന് താഴെയാണ്. അപ്പൊ അത് ചൊല്ലാൻ വലിയ പ്രയാസമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാനും പറ്റും. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ റിയാള ഇനിയെങ്കിലും പൂർത്തിയാക്കി വീട്ടാത്തവർ വളരെ ആത്മാർത്ഥമായിട്ട് പൂർത്തിയാക്കി വിട്ട് ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി ദുആ ചെയ്യുന്ന നമ്മുടെ മജ്ലിസുകളുണ്ട്. ആ മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന റിയാള വീട്ടിയ ആളുകളൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും. അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമൽ ചെയ്യാൻ സാധിക്കില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ആ വിഷയം ഒരു അമൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ തന്നെ അത് വിശദീകരിച്ച് തന്നിട്ടില്ല ശരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളതിന്റെ അവസാന ഭാഗം പറഞ്ഞില്ല. എന്നെ പറയാൻ സമയം ഉണ്ടാകുമെന്ന് എഴുതിയിട്ടിരുന്ന പക്ഷേ സമയം കിട്ടിയില്ല. മറ്റൊരു സമയത്ത് നല്ലൊരു സന്ദർഭത്തിൽ അവസരങ്ങൾ വീണ് കിട്ടുമ്പോൾ ആ ഒരു അമല് നമ്മൾ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും പറഞ്ഞ് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക. എല്ലാ ചൊവ്വാഴ്ചകളിലും ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ ഖൈറിലേക്ക് എത്തിക്കട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.